ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. ഭക്തിസാന്ദ്രമായി ജൈനരുടെ ക്ഷമാപൻ ചടങ്ങ്. പരസ്പരം ക്ഷമിച്ചും ക്ഷമയായിച്ചും നടന്ന മിച്ഛാമി ദുഃഖടം എന്ന ക്ഷമാപൻ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമയാചിക്കുന്ന ജൈനരുടെ ചടങ്ങ് പര്യൂഷൻ പർവോത്സവത്തിന്റെ ഭാഗമായാണ് നടന്നത്. മിച്ഛാമി ദുഃഖടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചടങ്ങിൽ പ്രായലിംഗ വർണ്ണവ്യത്യാസമന്യേ പരസ്പരം ക്ഷമയാചിക്കുന്നു. മനസാ വാച കർമ്മണ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകൾക്ക് ക്ഷമയായിച്ചും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചുമുള്ള ചടങ്ങാണിത്. സാമൂഹിക ഐക്യത്തിന്റെ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നാണിത്. കൊച്ചി ശ്വേതാംബർ ജൈൻ ക്ഷേത്രത്തിൽ ക്ഷമാപൻ ദിന ചടങ്ങുകൾക്ക് മുന്നോടിയായി പൂജാപാരായണ പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ജൈനമത ഗ്രന്ഥമായ കൽപ്പസൂത്ര പാരായണം, ഉപവാസിച്ചവരെ ആദരിക്കൽ, മഹാവീർ ജയന്തി, സ്വപ്നോത്സവം തുടങ്ങി 10 ദിവസം നീണ്ടുനിന്ന ആഘോഷ സമാപന ദിനത്തിലാണ് സാമൂഹിക ക്ഷമായാചനം നടത്തിയത്. ജൈന പുതുവത്സര ദിനം കൂടിയാണിത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് നിതിൻ പ്രഭു ലാൽ ഷാ, ചിരാഗ് നരേന്ദ്ര വഡാല, ഛായ സുപ്പൻ മൈശ്വരി, പരേഷൻ കോന, ജഗദീഷ് ഹൻസരാജ് ഷാ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ശ്വേതാംബർ മൂർത്തിപൂജക് ജൈൻ സംഘിൻ്റെ ട്രസ്റ്റിയാണ്. 7 ട്രസ്റ്റികളിലെ ഒരു ട്രസ്റ്റിയാണ്. ഈ അമ്പലം 122 വർഷം മുമ്പ് പണിത് ജൈന സമാജത്തിന് കൊടുത്തതാണ്. അതിന് അപ്പുറത്തുള്ള അമ്പലത്തിനും 85-88 കൊല്ലം കഴിഞ്ഞു. സമാജം കുറഞ്ഞു വരെയാണ്. 1200-1300 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 400 പേരെ ഉത്സവങ്ങളിൽ ചേരുന്നുള്ളൂ. 8 ദിവസം ഞങ്ങൾ പര്യൂഷൻ പർവം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ആ കാര്യങ്ങളിൽ ഗുജറാത്തിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഒക്കെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ മതത്തിൻ്റെ ഗ്രന്ഥം വായിച്ച് അതിനുള്ള എന്തൊക്കെയാണ് സുവിശേഷതകൾ ജൈൻ മതത്തെ പറ്റി അതെല്ലാവരെയും കേൾപ്പിച്ച് മനസ്സിലാക്കി പുതിയ തലമുറയ്ക്ക് ഇതിനുള്ള വിവരം കിട്ടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് പണ്ട് മുതൽ മഹാവീർ സ്വാമി ഇങ്ങനെ തുടങ്ങി വെച്ച് 1 വർഷത്തിൽ 8 ദിവസം നമ്മൾ കൂടി നമ്മുടെ ജൈൻ മതത്തിനെ പറ്റിയുള്ള അറിവുകൾ എല്ലാവർക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ഇതായിട്ട് ആഘോഷിക്കുകയാണ് ഈ ഉത്സവം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.